Hi viewers, hi. അപ്പോൾ ഞാൻ ഷഫീന, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ബ്യൂട്ടി കൺസൾട്ടൻറ്റ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മൾ തൃശ്ശൂരിലുള്ള നമ്മുടെ ബിന്നി ഹെറിറ്റേജിലാണ്. അപ്പോൾ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. ഒപ്പം നിങ്ങൾക്ക് കുറച്ച് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. മുമ്പൊക്കെ നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ട് ഏജൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഡാർക്ക് കുറച്ച് ന്യൂഡാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചൊരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോറിയലിൻ്റെ, ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഷെയ്ഡാട്ടോ. പ്രായഭേദമന്യേ എല്ലാവർക്കും ഏത് പ്രായക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഷെയ്ഡാണ് ലോറിയലിൻ്റെ 230 എന്നൊരു ഷെയ്ഡാണ്. ഈ ഷെയ്ഡ് ഭയങ്കര ഭംഗിയാണ്. എത്ര പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള സ്കിന്നിലാണെങ്കിലും ഈ ഒരു ലിപ്സ്റ്റിക്ക് ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ലോറിയലിൻ്റെ 230 ആണ്. ഇത് കളർ സ്റ്റേ ആണ്, നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് റിമൂവ് ആകത്തില്ല. അതുപോലെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു കിഡിലൻ ഷെയ്ഡാണ്, സൂപ്പർ ഷെയ്ഡാണ് PACയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇതും ഇതുപോലെ തന്നെ, ഇതൊക്കെ എൻ്റെ പേഴ്സണൽ യൂസ് ആട്ടോ. ഇതൊക്കെ 2-3 പീസ് മേടിക്കും. ബ്രൈഡ്സിന് വേറെ മേടിക്കും, ലൈറ്റ് മേക്കപ്പിന് വേറെ മേടിക്കും. ഇതെൻ്റെ പേഴ്സണൽ മേക്കപ്പ് പൗച്ചാണ്. കണ്ടോ? അപ്പോൾ നേരത്തെ കാണിച്ച ആ ഒരു 230 ലോറിയലിൻ്റെ ഷെയ്ഡ് ബേസ് ആയിട്ട് ഇട്ടുകൊണ്ട് നമുക്ക് അതിൻ്റെ മേലെ ഇത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഒരു കോഫിൻ ഷെയ്ഡാണ്, അതും PACയുടെ ഷെയ്ഡാണ്. ഒരു കിഡിലൻ ഷെയ്ഡാട്ടോ PACയുടെ നമ്പർ. ഞാനതിൻ്റെ ഇൻസ്റ്റയുടെ താഴെ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളും. അല്ല, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഈ ഷെയ്ഡൊക്കെ നമ്മുടെ മേക്കപ്പ് സ്റ്റുഡിയോയിലൊക്കെ അവൈലബിൾ ആണ്. ഇത് PAC എന്ന് പറഞ്ഞ ബ്രാൻഡ്, ഇത് ലോറിയലാണ്. എനിക്ക് തോന്നുന്നു PAC ഭയങ്കര കംഫർട്ടബിൾ ആട്ടോ. ഈ ഷെയ്ഡെല്ലാം ഞാൻ ഈ ഒരു ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യാം. സൂപ്പർ അതൊരു ചെറിയ എന്ത് ഷെയ്ഡെന്ന് പറയാം, ഒരു ഡാർക്ക് ഷെയ്ഡാണ്. ഇത് കോഫിൻ ഷെയ്ഡാണ്. രണ്ട് സൂപ്പറാണ്, ഇതും സൂപ്പറാണ്. ഇത് മൂന്നും നമുക്ക് മിക്സ് ചെയ്തുകൊണ്ട് നല്ലൊരു ഷെയ്ഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യേണ്ട കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ എപ്പോഴും നമ്മൾ കുറച്ച് ഷുഗർ, കുറച്ച് നെയ്യൊക്കെ മിക്സ് ചെയ്തിട്ട് ലിപ്പ് സ്ക്രബ് ഉണ്ടാക്കാം. ഒരു ഡ്രിപ്പ് ചെറുനാരങ്ങനൊക്കെ വേണമെങ്കിൽ ഒരു ഡ്രോപ്പ് യൂസ് ചെയ്യാം. ലിപ്പ് എപ്പോഴും സ്ക്രബ് ചെയ്യുക. പിന്നെ ലിപ്സ്റ്റിക്കുകൾ എപ്പോഴും ബ്രാൻഡ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇത്ര വർഷമായിട്ടും ഇപ്പോഴും എൻ്റെ സ്കിന്നിൽ യാതൊരു പിഗ്മെൻറ്റ്സ് ഇല്ലാതെ ഇത്തരം ഭംഗിയിൽ എൻഹാൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഗോഡ് ഗ്രേസ് തന്നെയാണ്. അപ്പോൾ ഉപയോഗിക്കുന്ന മേക്കപ്പ് പ്രോഡക്ട്സുകളുടെ ബ്രാൻഡ് അത് എപ്പോഴും ശ്രദ്ധിക്കുക, ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ മറക്കണ്ട, ഈ 3 ഷെയ്ഡ്സും വളരെ കളർഫുള്ളാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പല ഷോപ്പിൽ നിൽക്കുന്ന സമയത്ത് കുട്ടികളൊക്കെ തന്നെ ബ്രാൻഡ് പോലും നോക്കാതെയാണ് കളേഴ്സ് എടുത്ത്. ഇഷ്ടപ്പെട്ട കളേഴ്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് ലിപ്സ്റ്റിക്കിൽ എല്ലാവരും ചെയ്യുന്നത്. പക്ഷെ തെറ്റാണ്. ഇഷ്ടപ്പെട്ട കളേഴ്സിനൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ബ്രാൻഡ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ല ബ്രാൻഡ് യൂസ് ചെയ്യുക, നല്ല ക്വാളിറ്റി പ്രോഡക്ട്സുകൾ യൂസ് ചെയ്യുക. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം അടുത്ത വീഡിയോസുമായി. ബൈ.